ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. ശനിയാഴ്ച 6 ജില്ലകളിൽ റെഡ് അലർട്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ശനിയും ഞായറും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഞായറാഴ്ച റെഡ് അലർട്ട് ഉള്ളത്. സർക്കാർ സംവിധാനങ്ങളോടും പൊതുജനങ്ങളോടും ജാഗ്രത പാലിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂൺ 8 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ വിവിധ തസ്തികകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ പുതുക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ജൂൺ 30. മലയാളി സംരംഭകൻ ഒരുക്കിയ മദ്യ ബ്രാൻഡിന് അന്താരാഷ്ട്ര അംഗീകാരം. വേൾഡ് ലിക്വർ അവാർഡ്സ് 2026 സ്വർണ്ണ മെഡൽ നേടി ആയുർവേദ ശ്രദ്ധ നേടി. കൊടുങ്ങല്ലൂർ സ്വദേശിയായ സംരംഭകൻ മിഥുൻ മോഹൻ രൂപം നൽകിയ മദ്യ ബ്രാൻഡ് ആയുർവേദ വേൾഡ് ലിക്വർ അവാർഡ്സ് 2026 സ്വർണ്ണ മെഡൽ നേടി. ആയുർവേദത്തിലെ രുചിക്കൂട്ടുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വികസിപ്പിച്ച ഈ ബ്രാൻഡ് ഈ വർഷം ആദ്യം നടന്ന വാർസോ സ്പിരിറ്റ് കോമ്പറ്റീഷനിലും സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. വിപണിയിലെത്തി ആദ്യ മാസങ്ങൾക്കുള്ളിൽ തന്നെ 2 പ്രമുഖ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയത് അപൂർവ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. 75ഓളം ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ മദ്യത്തിൽ 40% ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിന്റെ പാരമ്പര്യ അറിവും ആധുനിക സാങ്കേതിക വിദ്യയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് വിജയത്തിന് പിന്നിലെന്നാണ് മിഥുൻ മോഹനന്റെ വിലയിരുത്തൽ. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന പൈതൃകത്തെ ലോക മദ്യ വിപണിയിൽ ഉയർത്തിക്കാട്ടുന്നതായും ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ CMRന് തിരിച്ചടി. ED അന്വേഷണത്തിനെതിരെ CMR നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കേസിലെ EDയുടെ അന്വേഷണം തുടരാമെന്നും ജസ്റ്റിസുമാരായ A. രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ECIR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന CMRLന്റെ വാദം ശരിയല്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനായി 2 ആഴ്ച വിധി മരവിപ്പിക്കണമെന്ന CMRLന്റെ ആവശ്യവും കോടതി തള്ളി. അന്വേഷണം നടത്തുന്നതിൽ എന്താണ് തടസ്സമെന്ന് കോടതി വാദത്തിനിടെ CMRLനോട് ചോദിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കട്ടെ, രേഖകളെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് ഹാജരാക്കിയാൽ മതിയല്ലോ, ക്ലീൻ ചിറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമില്ലല്ലോ എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് CMRLനോട് ചോദിച്ചിരുന്നു. അധികാരപരിധി മറികടന്നാണ് ED അന്വേഷണം നടത്തുന്നതെന്നാണ് CMRL വാദിച്ചിരുന്നത്. തെളിവ് ശേഖരണത്തിനായി സമൻസ് അയക്കാൻ EDക്ക് അധികാരമില്ല. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ EDയുടെ പരിധിയിൽ വരില്ലെന്നും കമ്പനി വാദിച്ചു. കൂടാതെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തങ്ങൾക്ക് മറുപടി നൽകാൻ അവസരം തന്നില്ലെന്നും ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും CMRL വാദിച്ചിരുന്നു. എന്നാൽ മറ്റ് ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്നത് തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നാണ് EDക്ക് വേണ്ടി ഹാജരായ കേന്ദ്ര സർക്കാർ അഭിഭാഷകർ കോടതിയിൽ വ്യക്തമാക്കിയത്. SFIO ജനുവരിയിൽ അന്വേഷണം തുടങ്ങിയ കേസിൽ മാർച്ചിലാണ് തങ്ങൾ അന്വേഷണം ആരംഭിച്ചതെന്നും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ തങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.